തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഗവർണർ നാളെ തീരുമാനമെടുത്തേക്കുമെന്ന് സൂചന. പനീർശെൽവവും ശശികലയും ഗവർണർ വിദ്യാസാഗർ റാവുവുമായി കൂടിക്കാഴ്ച നടത്തി. രാജി പിൻവലിക്കാൻ തയ്യാറെന്ന് ഗവർണറെ അറിയിച്ചതായും നീതി നടപ്പാക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതായും പനീർശെൽവം പറഞ്ഞു. ADMK ജനറൽ സെക്രട്ടറി ശശികലയും കാവൽ മുഖ്യമന്ത്രി പനീർശെൽവവും ഗവർണർ വിദ്യാസാഗർ റാവുവിനെ കണ്ട് സർക്കാർ ഉന്നയിക്കാൻ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി തമിഴകം കാത്തിരിക്കുന്നത് ഗവർണറുടെ തീരുമാനത്തിനാണ്. തന്റെ രാജി പിൻവലിച്ച് വിശ്വാസ വോട്ട് തേടാൻ അനുവദിക്കണമെന്നാണ് പനീർശെൽവം ആവശ്യപ്പെട്ടത്. ഇരുവരുടെയും കൂടിക്കാഴ്ച 10 മിനിറ്റ് നീണ്ടുനിന്നു. നല്ലത് നടക്കുമെന്നും സത്യം ജയിക്കുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഗവർണറെ കണ്ട ശേഷം പനീർശെൽവം പ്രകടിപ്പിച്ചത്. தர்மம் தன் வாழ்வதை சூதுக்கவும் மீண்டும் உறுதியாக தர்மமே வெல்லும். அனைவருக்கும் நன்றி, வணக்கம். പിന്നാലെ 7:30 ശശികലയും രാജ്ഭവനിലെത്തി തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടു. ചെന്നൈ മറീന ബീച്ചിലെ ജയലളിതയുടെ സമാധി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു ശശികല ഗവർണറെ കണ്ടത്. മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് ഇരുവരും രാജ്ഭവനിലെത്തിയത്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പ് നേരിടേണ്ടി വന്നാൽ പനീർശെൽവത്തെ പിന്തുണയ്ക്കുമെന്ന് DMK-യും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ശശികലയ്ക്ക് വേണ്ടി പാർലമെന്റിൽ DMK എംപിമാരുടെ പ്രതിഷേധം. എംപിമാർ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും പലതവണ നിർത്തിവെച്ചു. എന്നാൽ ഗവർണർ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എംപിമാർ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമെന്ന സൂചനയുണ്ടായിരുന്നുവെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. അതേസമയം മൻമോഹൻ സിംഗിനെ പരിഹസിച്ച മോദി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് നന്ദിപ്രമേയ ചർച്ചയിലോ ബഡ്ജറ്റ് ചർച്ചയിലോ പങ്കെടുക്കാതെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയിരുന്ന DMK എംപിമാർ ഇന്ന് ഇരുസഭകളിലും തിരിച്ചെത്തി. ശശികലയുടെ സത്യപ്രതിജ്ഞ വഹിപ്പിക്കുന്ന ഗവർണർക്കെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും DMK എംപിമാർ പ്രതിഷേധമുയർത്തി. ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങിയതോടെ ലോക്സഭ 1 തവണയും രാജ്യസഭ 2 തവണയും നിർത്തിവെച്ചു. പക്ഷേ പാർട്ടിയുടെ എല്ലാ എംപിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമായി. അതേസമയം മൻമോഹൻ സിംഗിനെ കളിയാക്കിയ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ ശബ്ദമുയർത്തി. റെയിൻകോട്ട് പരാമർശത്തിലായിരുന്നു ബഹളം. നരേന്ദ്രമോദിക്ക് അഹങ്കാരമാണെന്ന് രാജ്യസഭയിൽ ആനന്ദ് ശർമ്മ കുറ്റപ്പെടുത്തി. എന്നാൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് BJP-യും തിരിച്ചടിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധികാരത്തിനായുള്ള കുതിരക്കച്ചവടവും MLA-മാരുടെ അജ്ഞാതവാസവും ഇന്ത്യൻ ചരിത്രത്തിൽ പുതുമയല്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടി പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ 1 മാസത്തോളമാണ് MLA-മാർ അജ്ഞാതവാസത്തിന് പോയത്. 2006-ൽ അർജുൻ മുണ്ടെ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച MLA-മാർ ആഴ്ചകളോളം ആലപ്പുഴയിലെ സ്വകാര്യ റിസോർട്ടിൽ ഒളിവ് ജീവിതം നയിച്ചു. ശശികലയെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒളിവ് ജീവിതവും മറ്റൊരു ചരിത്രാവർത്തനമാവുകയാണ്. നിയമസഭയിൽ ശക്തി തെളിയിക്കുന്നതുവരെ MLA-മാരെ ഒളിവിൽ പാർപ്പിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി NT രാമറാവു ആണ്. 1984-ൽ N ഭാസ്കര റാവുവിന്റെ നേതൃത്വത്തിൽ തെലുങ്കുദേശം പാർട്ടി പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചപ്പോൾ 161 MLA-മാരുമായി NTR ബംഗളൂരുവിൽ ഒളിവിൽ പോയി. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളപ്പോഴായിരുന്നു മന്ത്രിസഭയിലെ രണ്ടാമൻ N ഭാസ്കര റാവുവിനെ കോൺഗ്രസ് പിന്തുണയോടെ ഗവർണർ മുഖ്യമന്ത്രിയാക്കിയത്. 161 MLA-മാരുമായി NTR പിന്നീട് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തിയാണ് ശക്തി തെളിയിച്ചത്. 1 മാസത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം NTR-ന് തിരികെ ലഭിച്ചു. 2002-ൽ സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് മന്ത്രിസഭയും പ്രതിസന്ധിയിലായി. പ്രതിസന്ധി തരണം ചെയ്യാൻ അന്ന് AICC ജനറൽ സെക്രട്ടറിയായിരുന്ന വയലാർ രവിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളമാണ് കോൺഗ്രസ് NCP സാമാജികർ ഇൻഡോറിൽ ഒളിവിൽ താമസിച്ചത്. അർജുൻ മുണ്ടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച മന്ത്രിമാർ 1 മാസത്തോളമാണ് 2006-ൽ ആലപ്പുഴയിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞത്. 2008-ൽ യെഡിയൂരപ്പ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ ഓപ്പറേഷൻ താമര എന്ന പേരിൽ BJP വിമതരും പ്രതിപക്ഷ MLA-മാരും രംഗത്തെത്തി. വിശ്വാസ വോട്ട് തേടുന്നതിനിടെ കേരളത്തിലും ഗോവയിലുമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായി നിരവധി തവണയാണ് MLA-മാർ തമ്പടിച്ചത്. പിന്തുണയ്ക്കുന്ന MLA-മാരെ ചെന്നൈ വിമാനത്താവളത്തിന് സമീപത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒളിപ്പിച്ച ശശികലയുടെ നീക്കവും മറ്റൊരു ചരിത്രത്തിന്റെ ആവർത്തനമാവുകയാണ്. മനുശങ്കർ, ദില്ലി. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ കാവൽ മുഖ്യമന്ത്രിയോ പനീർശെൽവത്തെ പിന്തുണച്ച് ചലച്ചിത്ര താരം കമലഹാസൻ രംഗത്ത്. പനീർശെൽവം യോഗ്യതയില്ലാത്തവനല്ലെന്നും അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെയാണ് പുറത്താക്കേണ്ടത്. ജയലളിതയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് പറയുന്നത് ശശികലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയല്ലെന്നും കമൽഹാസൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റൈൻ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേരളവും ബഹ്റൈനും തമ്മിലുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ബഹ്റൈൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്
ബഹ്റൈൻ ഭരണകൂടം നൽകിയത്. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുമായി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കേരളവുമായി എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്ന പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ പിണറായി വിജയനോട് പറഞ്ഞു. തന്റെ മുത്തച്ഛന്മാർ മുതൽ കേരളവുമായും മലയാളികളുമായും അടുത്ത ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാംസ്കാരികം, വിദ്യാഭ്യാസം, ആയുർവേദം, ടെക്നോളജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളവുമായുള്ള സഹകരണം ശക്തമാക്കുമെന്നും ബഹ്റൈൻ പ്രധാനമന്ത്രി പറഞ്ഞു. വികസനത്തിനായി ഒരു പ്രത്യേക നിധി രൂപീകരിക്കുക, ഇസ്ലാമിക് ഫണ്ട്, ബൈലാറ്ററൽ ചേംബർ കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയും ബഹ്റൈൻ ഭരണാധികാരികളും ചർച്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ബഹുമാനാർത്ഥം ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദൈബിയ പാലസിൽ ഉച്ചവിരുന്നൊരുക്കി. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ അലോക് കുമാർ സിൻഹ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, വ്യവസായികളായ എം.എ. യൂസഫലി, രവി പിള്ള, വർഗീസ് കുര്യൻ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അനിൽ തിരൂരിനും ക്യാമറമാൻ പ്രമോദ് തിരൂരിനുമൊപ്പം ബഹ്റൈനിൽ നിന്ന് ടി ജമാലുദ്ദീൻ. വാർത്തകൾ തുടരുന്നു. നീട്ടിക്കൊണ്ടുപോയ ലോ അക്കാദമി സമരം നനഞ്ഞ പടക്കമായി പോയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതിന് സമരക്കാർ വിദ്യാർത്ഥികളോട് സമാധാനം പറയണം. രാഷ്ട്രീയ സമരമാക്കി തിരുവനന്തപുരത്ത് കലാപമുണ്ടാക്കാനായിരുന്നു BJP ശ്രമിച്ചതെന്നും കോടിയേരി പാലക്കാട് പറഞ്ഞു. അരക്ഷിതാവസ്ഥയാണെന്ന് പ്രചരിപ്പിക്കുക. അതിനവർ കണ്ടുപിടിച്ച ഒരു സമരമായിരുന്നു ലോ അക്കാദമി, ലോ കോളേജ് സമരം. അതിന് അവസാനം നനഞ്ഞ പടക്കമായി പോയി. 31-ാം തീയതി SFIക്കാരുമായി ഉണ്ടാക്കിയ കരാർ തന്നെയല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച് ഇവരുണ്ടാക്കിയ കരാർ? നാണം കെട്ടില്ലേ? ഇത്രയും ദിവസം ഈ സമരം നീട്ടിക്കൊണ്ടുപോയതിന് അവർ വിദ്യാർത്ഥികളോട് സമാധാനം പറയണം. രാഷ്ട്രീയ സമരമായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതിന്റെ പുറകിൽ തിരുവനന്തപുരം നഗരത്ത് കലാപമുണ്ടാക്കാനായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. ലോ അക്കാദമി ഭൂമിയുടെ കാര്യത്തിൽ റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് VS. ഇക്കാര്യം ആവശ്യപ്പെട്ട് VS റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി. അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ടും നടപ്പിലാക്കണം. ലോ അക്കാദമിയുടെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പാമ്പാടി നെഹ്റു കോളേജിൽ ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്ന് അധികൃതരുടെ ഉറപ്പ്. ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ച് ഉപരോധം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും നാളെ ചേരുന്ന PT എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും പ്രിൻസിപ്പൽ എഴുതി നൽകി. ജിഷ്ണുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിലെ 4ാം വർഷ വിദ്യാർത്ഥികളായ അതുൽ ജോസ്, നിഖിൽ ആന്റണി, സുജേഷ്, മുഹമ്മദ് ആഷിഖ് എന്നിവരെ പുറത്താക്കാൻ അധികൃതർ തീരുമാനമെടുത്തിരുന്നു. ഇവിടെ കള്ളു കുടിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന് പറയുന്ന ഞങ്ങൾ 2 പേർക്കെതിരെ കേസെടുക്കാൻ വരെ ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ അങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്കിന് വരെ അവിടെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പിന്മാറിയിട്ടില്ല. ഇപ്പോഴും ശക്തമായ സമരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ SFI, KSU, ABVP പ്രവർത്തകർ സമരം ശക്തമാക്കി. ക്ലാസ് ബഹിഷ്കരിച്ച പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫാർമസി വിഭാഗം പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നും പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിഷേധക്കാർ നിലപാടെടുത്തതോടെ അധികൃതർ വഴങ്ങി. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രേഖാമൂലം അവരുമായി ചർച്ച ചെയ്തതിൻ്റെ അവസാനത്തിലാണ് ഈ സമരം ഇപ്പം തീരുന്നത്. 4 വിദ്യാർത്ഥികളെ പുറത്താക്കിയവരെ അവർക്ക് മേൽ ഇനി യാതൊരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള ആക്ഷനും എടുക്കില്ല എന്ന് ഈ കരാറിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഈ 4 പേരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയും യാതൊരു തരത്തിലുള്ള ഡിസിപ്ലിൻ ആക്ഷനും എടുക്കില്ല എന്നും അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾക്കുമെതിരെ നടപടിയുണ്ടാവില്ലെന്ന പ്രിൻസിപ്പൽ ഡോക്ടർ B ശ്രീധരൻ എഴുതി നൽകി. നാളെ ചേരുന്ന PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. ഇത് ലംഘിക്കപ്പെട്ടാൽ സമരം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. കൊല്ലം ഓയൂർ ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് തുറക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കൊല്ലം ജില്ലാ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. തുടർന്ന് കൊല്ലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചയ്ക്ക് 2-ന് മാനേജ്മെന്റ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേൽ വിദ്യാർത്ഥികൾ ഉപരോധം താൽക്കാലികമായി നിർത്തുകയായിരുന്നു. കഴിഞ്ഞ 2.5 മാസമായി കോളേജ് അടച്ചിട്ടതിനെ തുടർന്നാണ് SFI സമരം തുടങ്ങിയത്. പാറ്റൂർ കേസിൽ വിജിലൻസിന് കോടതിയുടെ വിമർശനം. 1 വർഷമായിട്ടും ദ്രുതപരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കാത്തത് വീഴ്ചയെന്ന് കോടതി വിമർശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തി ശാസിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലോകായുക്തയുടെ പരിഗണനയായതിനാലാണ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വൈകുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP അജിത്ത് കോടതിക്ക് മൊഴി നൽകി. 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കണമെന്ന് കോടതി അന്ത്യശാസനം നൽകി.
3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈൻ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി.